ഇന്നത്തെ ക്ലാസ് വളരെ സന്തോഷം നൽകുന്നൊരു ക്ലാസ്സായിരുന്നു. പ്രത്യേകിച്ച് നാവി അക്കാദമിയിലേക്ക് ഏകദേശം 8ഓളം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടായത്. നല്ലൊരു പ്രത്യേകമായൊരു അനുഭവമായിരുന്നു ഇത്. വളരെ സന്തോഷം തോന്നുന്നു. ഒരു ദമ്പതികൾ വളരെ സൗഹാർദ്ദത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ഈ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ വളരെ മനോഹരിതമാക്കി എല്ലാവരും നമ്മൾ ഈ ഒരു ഇതിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ വിഷയത്തിലും നമ്മളവിടെ കൂടെ കൂട്ടി, ഇതൊക്കെ പ്രത്യേകിച്ചൊരു പ്രസംഗ ക്ലാസ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയാലും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2 പേർക്കും ഡിബേറ്റുകളും ചർച്ചകളൊക്കെ വ്യത്യസ്ത രീതിയിൽ നടത്തുമ്പോഴൊക്കെ എല്ലാം ഇത് പ്രസംഗത്തിന് ഒരു നല്ലൊരു മുതൽക്കോട്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇവരുടെ വരവോടുകൂടെ മനസ്സിലായത്. പിന്നെ അസീസ് സാറൊക്കെ പ്രകൃതിയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രകൃതി നമ്മുടെ വരദാനമാണ്, ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രകൃതി എന്നുള്ളത്. അതിനൊക്കെ ഇന്നത്തെ അവസ്ഥയിലൂടെയൊക്കെ നശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ എങ്ങനെ അത് നശിക്കപ്പെടുമ്പോഴും എങ്ങനെ അതിനെ സംരക്ഷിക്കണം എന്നുള്ള പല രീതിയിലും ൊക്കെ സംസാരിക്കുകയുണ്ടായി. പിന്നെ സിദ്ദിഖ് സാറായാലും വളരെ മൃഗങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് സംസാരിച്ചു. ഓരോ മൃഗത്തിനും എന്തുകൊണ്ടാണ് അതിനെ വളർത്തുന്നത്, എന്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. അതേപോലെ രീതിയിൽ തന്നെ വഹിദ മാഡം എങ്ങനെ നാം മൃഗത്തെ അതിൻ്റെ തനതായ രീതി എങ്ങനെ ആ മൃഗത്തോടുകൂടെ സമീപിക്കണം, അതിൻ്റെ ഒരു തുറന്ന മനസ്സോടുകൂടെ മൃഗത്തെ എങ്ങനെ നാം സംരക്ഷിക്കണം, ഓരോ മൃഗത്തെ നാം അതിനോട് സമീപിക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ നമുക്ക് എങ്ങനെ അതിനോട് ഇടപഴകണം എന്നുള്ളതും, ഇടപഴകിയാൽ അതുകൊണ്ട് മനസ്സിൻ്റെ അനുഭൂതിയൊക്കെ ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ രാജേഷ് സാറായാലും മൃഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ വർണ്ണിച്ചു തന്നു. ഇന്നത്തെ ക്ലാസ് വളരെ ഉഷാറായിരുന്നു. പിന്നെ സിദ്ദിഖ് സാറ് കോവിഡിൻ്റെ സമയത്ത് ഒരു അനുഭവം പറഞ്ഞു. വലിയൊരു മനസ്സിന് ഞാൻ ഒരുപാട് ആളുകൾ ഗൾഫുകാരെന്നൊക്കെ ഇടപഴകുമ്പോൾ ഇതേ രീതിയിലൊക്കെ സംസാരിച്ചു കേട്ടു. പക്ഷെ ഇത്രത്തോളം ഇതിനെ ഭയാനകരമായിരുന്നു ആ നേരത്തെ ഒരു അവസ്ഥ എന്നുള്ളത് സിദ്ദിഖ് സാർ വളരെ സങ്കടപ്പെട്ട് പറയുമ്പോഴൊക്കെ ആ നേരത്തൊക്കെ എനിക്കറിയാം. പല ആളുകളോട് നാം ബന്ധപ്പെടുമ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അതിൻ്റെ ആഘാതമുണ്ട് എന്ന് സിദ്ദിഖ് സാർ ഒരു വർത്തമാനത്തിൽ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാവരും അവരൊക്കെ ആ കോവിഡിൻ്റെ നേരത്തൊക്കെ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഇൻഷാ അല്ലാഹ് ദൈവം നല്ലൊരു അനുഗ്രഹം, ദൈവത്തിൻ്റെ പിന്തുണ നമുക്ക് ഉണ്ടാകും, സംശയമില്ല. എല്ലാവരും നമ്മുടെ നാട് മുഴുവൻ അതിനെ ഒന്നടങ്കം നേരിട്ടപ്പോൾ ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഫൈസൽ സാർ ഇവിടെ ഇന്ന് പ്രസംഗത്തെ നാം എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടാവണം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കൺക്ലൂഷൻ എന്നൊക്കെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു ഫോളോ അപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ തീർത്തും നമ്മൾ വലിയൊരു പ്രാസംഗികന്മാരാവും. തീർച്ചയായും നിസ്സംശയം ഒരുപാട് പ്രാസംഗികന്മാരൊക്കെ വളർന്നു വന്നത് ഇത്തരം രീതിയിലൂടെ തന്നെയാണ്. അവരൊക്കെ ഒറ്റയടിക്ക് ഒരു വലിയൊരു പ്രാസംഗികനായിട്ട് ആരും വന്നിട്ടില്ല. ചെറിയ പതിയെ ഓരോ സദസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് ചെറിയ വിഷയങ്ങൾ പഠിച്ച് വലിയ സദസ്സിനെ ഒറ്റയടിക്ക് അഭിമുഖീകരിക്കാതെ ചെറിയ സദസ്സിനെ അഭിമുഖീകരിച്ചാണ് വലിയ സദസ്സിലേക്ക് അവരെല്ലാവരും എത്തിച്ചേർന്നത്. അങ്ങനെ ഓരോ ചവിട്ടുപടികളും കയറി പോകുമ്പോഴാണ് നമുക്ക് മുമ്പിലുള്ള എന്തൊരു വിഷയമായും ഏത് വലിയ ഒരു ആൾക്കൂട്ടമാണെങ്കിലും നമുക്ക് അവരൊക്കെ അഭിമുഖീകരിക്കാൻ